നിമിഷപ്രിയയുടെ കാര്യം വീണ്ടും അവരുടെ കൺമുമ്പിൽ കിടന്ന് ആടുകയാണ് കൊലക്കയർ. ഒരു ചോദ്യം വന്നിട്ടുണ്ട് അവിടെ, വലിയൊരു ചോദ്യം. ചോദിച്ചത് ഈ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ. ആരോടാ ചോദിച്ചതെന്നറിയാമോ? സാധാരണക്കാരോടല്ല, ഇറാനോടാ ചോദിച്ചത്. ഒരാളെ കൊന്ന് ടാങ്കിൽ കുഴിച്ചു മൂടുന്നത്, കൊന്ന് കഷ്ണമാക്കി ടാങ്കിൽ കുഴിച്ചു മൂടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇറാനോടാ ചോദ്യം. ഇത് നിങ്ങളുടെ രാജ്യത്തായിരുന്നെങ്കിൽ ആ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഇറാൻ. ഏതായാലും കുറച്ചു കാലം നമുക്കിതൊരു ചിന്താവിഷയമായിരുന്നില്ല. ഈ നിമിഷപ്രിയ കുട്ടി ഇപ്പോൾ ജയിലിലാണോ അതോ മറ്റേ വധശിക്ഷ നടപ്പാക്കിയോ അതൊന്ന് തിരിച്ചു വരാൻ ഒന്നും അറിയാതിരിക്കുകയായിരുന്നു. ഇപ്പം അത് വീണ്ടും ആ വാർത്തകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കൺമുമ്പിൽ കൊലക്കയർ കിടന്ന് ആടുകയാണ്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ, നിമിഷപ്രിയ തോമസ്, അവരുടെ കാര്യത്തിൽ എന്തൊക്കെയോ സാഹചര്യങ്ങളാലെ ഇറാൻ്റെ ഒരു ഇടപെടലുണ്ടായിട്ടുണ്ടത്രേ. നമ്മളവിടെ ഇവിടെ കേട്ടതാണ്, ഇറാൻ ഇടപെട്ടാൽ ചിലപ്പോൾ രക്ഷപ്പെടും. എനിക്ക് തോന്നുന്നത് ഷിയകളാണ് ഇറാനിലുള്ളത്. അവരാണ് ഇവിടെ യമനിലുള്ളത് എന്നാണ്. യമനിൽ 2 വിഭാഗമുണ്ട്. അതിൽ ഈ മരിച്ച തലാലിൻ്റെ ആ കുടുംബം ഷിയയാണെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് അതാണ് അങ്ങനെ ഞാൻ കേട്ടതായിട്ട് ഓർമ്മ. ആയതുകൊണ്ട് തന്നെ ഇറാൻകാർ പറഞ്ഞാൽ, ഇറാൻ്റെ അധികാരികൾ പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെയാണ് നമ്മളെല്ലാവരും കരുതിയത്. പിന്നെ അവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ അവിടെ യുദ്ധമായി, യമനിലെ യുദ്ധമായി. ഈ സന എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ കുറേ ബോംബ് വീണു. ആശുപത്രികൾ കുറേ ആൾക്കാർ മരിച്ചു, അവരുടെ നേതാവ് മരിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഈ കാര്യം അവിടെ നമ്മുടെ ചിന്തകളിൽ നിന്ന് പോയതാണ്. നിമിഷപ്രിയ തിരിച്ചു വന്നോ, അതിനെ അവിടെ ശിക്ഷ നടപ്പാക്കിയോ, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ വീണ്ടും അത് പുറത്തു വന്നിരിക്കുകയാണ്. ഈ മരണപ്പെട്ട അഥവാ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ, അദ്ദേഹം മാപ്പ് കൊടുക്കണം. മറ്റേത് അവരുടെ രക്തപ്പണം, ആ പണം വാങ്ങിച്ചിട്ടോ വാങ്ങിക്കാതെയോ മാപ്പ് കൊടുക്കാം. മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും, ആളെ പറഞ്ഞു വിടില്ല. അവരുടെ ശിക്ഷ അനുഭവിച്ചേ മതിയാകും. ഇപ്പോൾ ഒരു പയ്യനുണ്ട്, അബദ്ധവശാൽ ഒരു കുട്ടിയെ കാറിനകത്ത്, ആ കുട്ടിയെ വെച്ചാൽ മരിക്കാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ്, പാവം ഇതിനെ കയറപ്പെട്ടത്. അതിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ബോബി ചെമ്മണ്ണൂർ എല്ലാവരും കൂടി നടന്ന് കുറേ പൈസ കൊടുത്ത് 10-40 കോടി രൂപ കൊടുത്ത് അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ഈ ശിക്ഷ മുഴുവൻ അനുഭവിച്ച് തീരണം. അപ്പോൾ ശിക്ഷ ഇപ്പോൾ ഡിസംബറിലാണ് തീരാൻ പോണത്. ഈ ഡിസംബറിൽ, അടുത്ത ഡിസംബർ, ഇപ്പോൾ ഇനിയിപ്പോൾ അധികം സമയമില്ല, അത് ഞാൻ പറഞ്ഞ വിടും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ കാര്യവും ജീവപര്യന്തം, ചിലപ്പോൾ 2 ജീവപര്യന്തം വിധിച്ചാൽ അത്ര, ഇവിടുത്തെ പോലെ 2 ജീവപര്യന്തം 20-40 വർഷം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അവന് 20 വർഷം പറഞ്ഞാൽ പോരെ, അങ്ങനെയല്ല അവിടെ. അപ്പോൾ ഏതായാലും കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അവരുടെ അമ്മയ്ക്കോ അവരുടെ ഭർത്താവിനേക്കോ ഇടയ്ക്കത് പോയി കാണണമെങ്കിൽ കാണാതൊക്കെ പറ്റും. പക്ഷെ അതിന് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം, ആ കുടുംബം അതിന് കൺസെൻറ്റ് കൊടുക്കണം. ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ തലാലിൻ്റെ സഹോദരനും തലാലിൻ്റെ കുടുംബവും കടുംപിടുത്തത്തിലാണ്. ഒരിക്കലും ഞങ്ങളുടെ സഹോദരൻ്റെ മരണത്തിന് ഞങ്ങൾ വില പറയില്ല. അഥവാ ഞങ്ങളുടെ സഹോദരൻ്റെ ജീവന് വില പറയുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഈ ലോകം മുഴുവൻ തന്നാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നിന്ന് നമ്മളെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂബക്കർ മുസ്ലിയാർ അവർകളൊക്കെ ഇടപെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടു, അവരുമായിട്ട്. അതുകൊണ്ടാണ് പിന്നെ അലി അന്നേന്ന് 5-8 ദിവസം കൊണ്ട് തൂക്കുമരത്തുകാരൻ്റെ കുട്ടിയാണ്. ഇത്രയും കാലം പിന്നെ ഒരു കൊല്ലം ജീവിച്ചിരുന്നു, അതൊരു ഭാഗ്യം. പക്ഷെ അവർക്കും ഇടപെടാവുന്നതിൻ്റെ അങ്ങേയറ്റത്ത് ഇടപെട്ടു. പിന്നെ അവർക്കും പറ്റുന്നില്ല. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഇടപെടുക, അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഇടപെടുക നടക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ യമൻ അധികാരികൾ ഇറാൻ്റെ വാക്കുകൾ അവർ ചിലപ്പോൾ കേട്ടെന്നിരിക്കും. അങ്ങനെ ഒരു ബന്ധമാണ് അവർ കാത്തുസൂക്ഷിക്കുന്നത്. പലപ്പോഴും യമൻ്റെ നിലനിൽപ്പ് പോലും ഇറാൻ്റെ കയ്യിലാണ്.
അങ്ങനെ ഇറാൻ ഏതോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയോ എന്തോ പേരിൽ ഇടപെട്ടിട്ടുണ്ടത്രേ. ആ ഇടപെടൽ പ്രകാരം ആ കുട്ടിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞതിന് പ്രകാരം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്ത വന്നത്. അദ്ദേഹം പറയുന്നത് ഇറാൻ അധികാരികളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ മുസ്ലിങ്ങളാണല്ലോ, അങ്ങനെയുള്ള നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ശിക്ഷയാണ് കൊടുക്കുക? നിങ്ങളവിടെ ഹ്യൂമാനിറ്റിയും ഹ്യൂമിനിറ്റിയും മനുഷ്യത്വപരമായിട്ടുള്ള കാര്യം മാനവീയത പറഞ്ഞ് നിങ്ങളവരെ ആ ഇടപെടൽ നടത്തുമായിരുന്നോ? ഗവൺമെൻറ് നിയമത്തിനുള്ളിൽ ഇടപെടൽ നടത്തുമായിരുന്നോ? ഒരാളെ കൊല്ലുന്നു, കൊല്ലൽ മാത്രമല്ല, അബദ്ധവശാൽ കൊന്നതല്ല, ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം. അത് കഴിഞ്ഞ് അയാളെ വെട്ടി നുറുക്കുന്നു, അയാൾ ടാങ്കിൽ കുഴിച്ചു മൂടുന്നു, എന്നിട്ട് നാടുകടക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു അബദ്ധത്തിൽ സംഭവിക്കുന്ന, അവിവേകം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല, നല്ല വിവേകപൂർണമായിട്ടുള്ള തീരുമാനം തന്നെയായിരുന്നു, പ്രവൃത്തി തന്നെയായിരുന്നു. ആ ഒരു സംഭവം, ആ ഒരു ഇൻസിഡൻറ്റ് അത് നിങ്ങളുടെ നാട്ടിലുണ്ടായിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. അങ്ങനെ സംഭവം നിങ്ങളുടെ നാട്ടിലുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടോ? ഇറാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലാണിത് സംഭവിച്ചതെങ്കിൽ ഈ പെൺകുട്ടി അത് സംഭവിച്ച് 41 ദിവസം കഴിയുമ്പോഴേയും പുകയായി പോകുമായിരുന്നില്ലേ? നിങ്ങളുടെ രാജ്യത്ത് അത് നടന്നതെങ്കിൽ നിങ്ങൾ മനുഷ്യത്വപരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ ഇടപെടൽ നടത്തുമായിരുന്നോ? ഇതാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ചോദിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് ഇടപെട്ടു ഇറാൻ എന്നാണ് പറയുന്നത്. അത് ഏത് രീതിയിലാണെന്ന് അറിയില്ല. ഇന്ത്യ ഗവൺമെൻറ് നേരിട്ട് യമനുമായിട്ട് ഇടപെടാൻ പറ്റില്ല, കാരണം അവിടെ അങ്ങനെ നയതന്ത്ര ബന്ധങ്ങളില്ല. ഇറാനുമായിട്ട് അവർക്ക് നയതന്ത്ര ബന്ധമുണ്ട്, ഇറാനുമായിട്ട് നമുക്ക് നയതന്ത്ര ബന്ധമുണ്ട്, നല്ല ബന്ധമാണുള്ളത്. അപ്പം അത് വെച്ച് ഇവിടെ നിന്നുള്ളൊരു ഇടപെടൽ, അതിൻ്റെ പേരിൽ ഇറാനിൽ നിന്നുള്ളൊരു ഇടപെടൽ അതിനാണ് ഡിനൈ ചെയ്തിട്ടുള്ളത്, പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറാനെ വിമർശിച്ച് ഇറാൻ്റെ സഹോദരൻ പറഞ്ഞിട്ടുള്ളത് രക്തം കൊണ്ട് കച്ചവടം ചെയ്യാൻ വരരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, ആ തെറ്റിനെ ശിക്ഷിക്കണം. ഞങ്ങളായിട്ട് അത് വേണ്ടെന്ന് പറയില്ല. ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ രക്തപ്പണവും വേണ്ട, യാതൊരു ദ്രവ്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ച അനുജനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിന് ശാന്തിയാണ് വേണ്ടത്. ആയതുകൊണ്ട് തന്നെ ഇറാനോടാണ് പറയുന്നത്, വലിയ രാജ്യമാണ് ഇറാൻ, അവരോടാണ് പറയുന്നത് രക്തം കൊണ്ട് കച്ചവടം ചെയ്യാൻ വരരുത്, നീതിപൂർവമായിട്ടുള്ള ശിക്ഷ മാത്രമാണ് പരിഹാരമെന്ന്. കുറച്ചു കാലം ഒരു വേഗമായിട്ടുള്ള അവസരമായിരുന്നു, എന്താ അവിടെ നടക്കണമെന്ന് അറിയില്ല. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയ, അവരുടെ മോചനത്തിൽ ഇറാൻ ഇടപെട്ടതിൻ്റെ പേരിലുണ്ടായ സംഭവമാണ്. അത് അവരുടെ മറ്റേ തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി സാധാരണ ഷിയകൾക്ക് പറയുന്നൊരു വാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഷിയകളാണ് അവർ. കൊലപാതകം നടന്ന് നിങ്ങളുടെ നാട്ടിൽ ഇറാനിലായിരുന്നെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവരെ വെറുതെ വിടുമായിരുന്നോ? ഇതാണ് ഫത്താഹ് അവരോട് ചോദിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജിയോടെയാണ് ഫത്താഹിൻ്റെ ചോദ്യങ്ങൾ. അതിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: മിസ്റ്റർ അബ്ബാസ്, അസ്സലാമു അലൈക്കും, ഇതെന്ത് തരം മനുഷ്യത്വമാണ്? ഈ കുറ്റകൃത്യം, ഇത്രയും കഠോരമായിട്ടൊരു കുറ്റകൃത്യം അറിയാതെ പലരും ചെയ്യും, അതിന് പശ്ചാത്തപിക്കും. ഒറ്റയടി കൊണ്ട് ചിലപ്പോൾ ഒരാളുടെ മുഖത്ത് തകർന്നു വരാം, അത് ദേഷ്യം കൊണ്ടൊരു വടി കൊണ്ട് ഒരാളെ അടിച്ചു, അയാൾ മരിച്ചെന്ന് വരാം. അതിനെ കഠോരമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നടന്നത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരാളെ വിഷം വെച്ച് കൊല്ലുന്നു, അതിനുശേഷം കഷ്ണമായിട്ട് അയാൾ നുറുക്കുന്നു, 50 കഷ്ണങ്ങളായിട്ട് നുറുക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ടാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു, എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ ഒരു കൊലയാളിയെ മോചിപ്പിക്കാൻ നിങ്ങൾ പറയുന്നു മനുഷ്യത്വപരമായിട്ടുള്ള കാരണങ്ങൾ. അതെവിടുത്തെ മനുഷ്യത്വപരമാണ്? ഇറാനിൽ അങ്ങനെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള നീക്കം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യത്വപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഞങ്ങളുടെ മുമ്പിൽ നിരത്താൻ പോകുന്നത്?
ഇറാൻകാരോടാണ് ചോദ്യം. നിസാര കുറ്റത്തിന് പോലും പരസ്യമായിട്ട് ശിക്ഷ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇത്രയും ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ള ശിക്ഷ മാത്രമാണ് പരിഹാരം. അത് ചെയ്തില്ലെങ്കിൽ അത് മറ്റുള്ളവർക്കുള്ള ശരിയല്ലാത്ത ശരിയത്ത് സന്ദേശമായിരിക്കുന്നത്. ആർക്കും എന്തും ചെയ്യാന്നുള്ള രീതി. നീതി തടസ്സപ്പെടുത്തുന്നത് മനുഷ്യത്വപരമല്ല, അത് നിയമപരവുമല്ല, അത് കുറ്റകൃത്യത്തെക്കാൾ വലിയൊരു കുറ്റകൃത്യമാണ്. ഇരയുടെ കുടുംബത്തോടും അവകാശത്തോടും സമൂഹത്തോടും നിയമത്തോടും ഭരണഘടനയോടും മനുഷ്യ മനസാക്ഷിയോടും ചെയ്യുന്ന കുറ്റകൃത്യമാണെന്നാണ് ഈ ഫത്താഹ് തലാലിൻ്റെ സഹോദരൻ എഴുതിയത്. ഫത്താഹ് മെഹദി അദ്ദേഹം എഴുതിയത്. യഥാർത്ഥ വേദനയും അവരെ കടിച്ചമർത്തൽ അതെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഒരാളുടെ വേദന മറ്റൊരാളിലേക്ക് എത്തി കൊടുക്കാൻ കഴിയില്ലല്ലോ, പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ, അനുഭവിക്കാനേ കഴിയുള്ളൂ. നല്ല രുചി, സ്നേഹം, കരുണ, നമ്മളൊരു പൂവിൻ്റെ ഗന്ധം, എവിടെയോ നമ്മളൊരു പൂവിൻ്റെ ഗന്ധം നമ്മൾ ഏറ്റുവാങ്ങി ഇപ്പുറത്ത് നിന്ന് ഭാര്യയോട് എടി ആ പൂവ് നല്ല പോലെ ആ ഗന്ധം കേട്ടോ എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ വേദന, അടിച്ചമർത്തപ്പെട്ട അവസ്ഥ അത് അനുഭവിച്ചു തന്നെ തീരണം. ഒരാളെ ക്രൂരമായിട്ട് കൊന്ന് എന്തിൻ്റെ പേരിലാണ്? അതിൻ്റെ പേരിൽ കൊന്ന് ടാങ്കിൽ കുഴിച്ചു മൂടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളിവിടെ മനുഷ്യത്വം എന്ന മുദ്രാവാക്യം ഉയർത്തി അവരുടെ രക്തം കൊണ്ട് കച്ചവടം ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നത്, റെക്കമെൻഡേഷനുമായിട്ട് വരുന്നത്, ശുപാർശയുമായിട്ട് വരുന്നത്. അതേറ്റുവാങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടാൻ ഇറാൻ തയ്യാറാകുന്നു എന്ന് ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്ന വാർത്ത, ആ വാർത്ത കോപ്പി ചെയ്തിട്ട് അതും കൂടിയും ഒട്ടിച്ചു വെച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായിട്ട് ഇടപെടലുകൾ നടത്താൻ കഴിയാത്തൊരു സ്ഥലമാണ് ഈ യമൻ. അതായത് വടക്കൻ യമൻ, സന എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ കൺട്രിയാണ് അവിടെ. അവിടെയാണ് നിമിഷപ്രിയ അറസ്റ്റിലായത്. തെക്കൻ യമനിലാണെങ്കിൽ ഇന്ത്യക്ക് ഇടപെടാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇറാൻ പിന്തുണയാണ് അവർക്ക്. അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരം ഇറാനാണ്. അവരുടെ വിമതസേനയായിട്ടുള്ള ഹൂതികളുടെ തലസ്ഥാന നഗരമാണ് ഈ സന. അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞാൽ കേൾക്കും എന്നൊരു ധാരണ വന്ന് ഇറാനെ ഇടപെടുത്തിയത്. അത് ഇന്ത്യ ഗവൺമെൻറ് ആണോ എന്ന് എനിക്കറിയില്ല. 2017 ഇപ്പോൾ അടുത്ത ഒരു 8-9 വർഷമായി ക്ലിനിക്ക് നടത്തിയായിരുന്നു ഈ നിമിഷപ്രിയൊപ്പം തലാൽ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കഥകളൊക്കെ എല്ലാവർക്കും കൂടെ കാണാപ്പാടാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അബദ്ധത്തിലാണ് കൊന്നതെങ്കിൽ അവിടെ ചില വിട്ടുവീഴ്ച അത്യാവശ്യമാണ്. നമുക്കിവിടെ നിന്ന് പറയാം, അവിടെ മറ്റേ പയ്യനെ തൂക്കി വരാൻ വിധിച്ചു, അവനിപ്പോൾ വിടും. കോഴിക്കോടുള്ള പയ്യനെ, അത് സൗദി അറേബ്യയിലാണ്. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ പേരിൽ അയ്യോ പാവം എന്ന് പറയാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇവർക്ക് അബദ്ധത്തിനാണ് സംഭവിച്ചത് എന്ന അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് അവരെന്ത് ചെയ്യണം? അത് സമ്മതിക്കണം. അധികാരികളോട് പോയിട്ട് സമ്മതിക്കണമായിരുന്നു. അത് ചെയ്യാതെ അന്യസ്ഥലത്താണെന്ന് മനസ്സിലാക്കണം. കേരളത്തിലല്ല, അന്യൊരു സ്ഥലത്ത്. കേരളത്തിൽ കുറ്റം ചെയ്താൽ കേരളത്തിലേ ശിക്ഷിക്കുള്ളൂ, കേരളത്തിലെ ജയിലിലേ പോവുള്ളൂ. അവിടെ കാണാൻ അവരുടെ ബന്ധു സ്വന്തക്കാർക്ക് പോകാം, അവരുടെ ഭാഷയിൽ സംസാരിക്കാം, അവരുടെ ആഹാരം കഴിക്കാൻ ജയിലിലാണെങ്കിലും. ഇത് അന്യസ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് ആസൂത്രിതമായിട്ട് കുറ്റം ചെയ്യുന്നു. എന്നിട്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടി വെട്ടിയെറിഞ്ഞ് കൂട്ടിൽ ചാക്കിനകത്താക്കിയിട്ട് ടാങ്കിൽ താഴ്ത്തി വയ്ക്കുന്നു. എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കൃത്യമായിട്ട് പറയാൻ ചില ഒരു വലിയൊരു ക്രിമിനൽ തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ ശരിയായിട്ടൊരു മുസ്ലിം, അദ്ദേഹം ഷിയ മുസ്ലിമാണ്, അദ്ദേഹത്തിന് തൻ്റെ സഹോദരൻ്റെ പേരിൽ, ഏതായാലും സഹോദരൻ ചത്തുപോയി, കുറച്ച് പൈസ കൂടെ പോരട്ടെ, അതാണ് അദ്ദേഹം പറയുന്നത്. ഈ ലോകം മുഴുവൻ സ്വന്തമാക്കി തന്നാലും അതെൻ്റെ സഹോദരൻ്റെ ജീവൻ്റെ വിലയാകുന്നില്ല.
ആയതുകൊണ്ട് തന്നെ ആ കണക്കും പറഞ്ഞ്, ജീവൻ്റെ കണക്കും പറഞ്ഞ് ഒരു ഇറാനും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ പരിണതഫലം? വീണ്ടും നിമിഷപ്രിയ തോമസിൻ്റെ കൺമുമ്പിൽ കിടന്ന് ആടുകയാണ്, തൂക്കുകയർ ആടുകയാണ്. ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമസ്കാരം.